രാവിലെ തന്നെ കിച്ചണിൽ നെവിനും മസ്താനിയും തമ്മിൽ ഒരു ചർച്ച നടക്കുകയാണ്. കാരണം കിച്ചണിൽ അനുമോളും ലക്ഷ്മിയും നെവിനും മസ്താനിയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അനുമോൾ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ലക്ഷ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മസ്താനി നെവിനോട് ചോദിക്കും, പിന്നെ ഈ വീട്ടിലെ ഏറ്റവും ജെന്യൂനായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കും. അപ്പം പിന്നെ നെവിൻ പറയും, എനിക്ക് തോന്നിയിട്ടുള്ളത് സാബുമാനാണെന്ന് പറയും. ലക്ഷ്മി പറയും, ഈ വീട്ടിലെ വൈൽഡ് കാർഡ്സായിട്ട് വന്നതല്ല, അല്ലാതെ ആദ്യം തൊട്ടുള്ളത് ആരാന്ന് ചോദിക്കുമ്പം പറയും അത് ഒനിയൻ സാബു ചേട്ടനാന്ന് പറയും. അത് കഴിയുമ്പം ഫേക്കായിട്ട് ആരെ തോന്നുന്നു പറയും ദേ ഈ ദോശ ചുട്ടോണ്ടിരിക്കുന്ന ഈ സാധനത്തിന് എന്ന് പറയും. അപ്പോൾ ഉടനെ അനുമോള് പറയും, പിന്നെ ബാക്കി എല്ലാവരും 20 പേരും ജെന്യൂനല്ലേ, ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഫേക്ക് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നെവിൻ പറയുന്നു, എനിക്ക് ഏറ്റവും ഫേക്കായിട്ട് ഈ വീട്ടിൽ തോന്നിയിരിക്കുന്നത് അപ്പാനി ശരത്തിനെയാണ്. ഞാൻ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ചെയ്ത് വിട്ടത് അപ്പാനി ശരത്താണ്. എന്നിട്ട് ഞാൻ ഓടിപ്പോകുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പുറകെ സ്നേഹം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പതുക്കെ ഓടി വന്ന് പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് കരയുകയും ഭയങ്കര വിഷമം കാണിക്കുന്ന ഒരു അഭിനയമായിരുന്നു. എന്നിട്ട് അനുമോളോടൊക്കെ ചൂടാവുന്നു, നീ കാരണമാണ് പോയതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ചൂടായി. അത്ര ഫേക്കായിട്ടുള്ള ഒരാൾ അപ്പാനി ശരത്ത് തന്നെയാണെന്ന് നെവിൻ പറയുന്നു. അപ്പോൾ അനുമോളൊക്കെ പറയുന്നു, അതുമാത്രമല്ല ഇവിടെ വേറെയും കുറേ ഫേക്കുകളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നു. എങ്കിലും ശരത്തിൻ്റെ പേരാണ് അനുമോളും പറയുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.